അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും മജ്ലിസുൽ ഈമാനിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 12ാമത്തെ ദിവസമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ധാരാളം ദിക്റുകൾ ചൊല്ലേണ്ട, സ്വലാത്തുകൾ ചൊല്ലേണ്ട, ദുആ ഇരക്കേണ്ട സമയമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസുലാക്കി തരട്ടെ, എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് എല്ലാവർക്കും മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ഇരു ലോകത്തും വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഈമാനോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ കൂടെ ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണേ അല്ലാ. പടച്ചവരെ, ഞങ്ങളുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഒരുപാട് ആളുകൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറി എന്ന് സന്തോഷ വാർത്ത അറിയിച്ചവരുണ്ട്. റഹ്മാനേ, കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഈ മജ്ലിസിന്റെ അവസാനം വരെ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ബൈത്ത് നിന്നോടുള്ള സ്നേഹം വർദ്ധിക്കാനാണ്, മനസ്സിൽ ഈമാൻ നിറച്ചു നൽകാനാണ്. നൽകണേ അല്ലാ. ആദ്യമായിട്ട് നാം ചൊല്ലുന്നത് 3 ഫാത്തിഹ സൂറത്താണ്. ഹബീബായ മുത്തുനബിയുടെ പേരിൽ അമ്പിയാക്കളുടെ രാജാവായ സകല സൃഷ്ടിജാലങ്ങളുടെയും ഔലിയാക്കളുടെയും നേതാക്കന്മാരുടെയും രാജാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുകയാണ്. എല്ലാവരും കൂടെ ചൊല്ലുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ.
സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന് ഹബീബായ മുത്തുനബിയുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളുടെ മനസ്സിൽ നിറച്ചു നൽകണേ അല്ലാ. അല്ലാഹുവേ, ഹബീബായ മുത്തുനബിയുടെ കൂടെ നാളെ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ശഫാഅത്ത് നൽകണേ അല്ലാ. റൗള ശരീഫ് സന്ദർശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. വിവായ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിലേറ്റി നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് സ്വർഗത്തിലെ നിധിയാണെന്ന് പഠിപ്പിച്ച അതിമഹത്തായ ഒരു ദിക്റാണ്. എല്ലാവരും കൂടെ ചൊല്ലുക, ഈമാനോട് കൂടെ ചൊല്ലുക. ആഗ്രഹങ്ങൾ എന്താണെങ്കിൽ അത് മനസ്സിൽ നിയ്യത്ത് ചെയ്ത് ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സഫലീകരിച്ചു തരട്ടെ. لا حول ولا قوة إلا بالله، 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 لا حول ولا قوة إلا بالله. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മുറാദുകൾ ഹസുലാക്കി തരണേ അല്ലാ. പടച്ചവനെ, ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. സ്വീകരിക്കണേ അല്ലാ. മക്കളുടെ ജോലി ശരിയാവാൻ, പാസ്പോർട്ട് ശരിയാവാൻ, വിദേശത്തേക്ക് പോകുവാൻ, നല്ല ജോലി കിട്ടുവാൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാ, എല്ലാവരുടെയും മുറാദുകൾ ഹസുലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഖൽബിൽ ഈമാൻ ഏറ്റി നൽകണേ അല്ലാ. ഞങ്ങളുടെ ബർസഖിയായ ജീവിതം വിജയത്തിലാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. ഏത് ആഗ്രഹങ്ങളും സഫലമാവാൻ റസൂലുള്ള പഠിപ്പിച്ചത് ഇസ്തിഗ്ഫാറാണ്. ആ അതിമഹത്തായ ദിക്റാണ് നാം ചൊല്ലുന്നത്. ഈമാനോടുകൂടെ ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കട്ടെ. أستغفر الله العظيم، 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 أستغفر الله العظيم. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണ്, സഫലീകരിച്ചു തരണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. മക്കളുടെ കല്യാണം, നല്ല സാമ്പത്തിക അഭിവൃദ്ധി, നല്ല ജോലി. അല്ലാഹുവേ, പരിശുദ്ധമായി മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ടൊന്നിനും കഴിവില്ല. നീ നൽകുകയല്ലാതെ, നിന്നോട് ചോദിക്കുകയല്ലാതെ, ദിക്റുകൾ ചൊല്ലുകയല്ലാതെ ഞങ്ങൾക്കൊരു മാർഗവുമില്ല. അല്ലാ, ഞങ്ങളുടെ മുറാദുകൾ ഹസിലാക്കി തരണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഹബീബായ മുത്തുനബിയുടെ പേരിൽ കുറച്ച് സ്വലാത്തുകളാണ്.
അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത ബറക്കത്തിൽ സ്ഥലത്തിന് മജ്ലിസിന് ബറക്കത്തില്ല എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വലാത്ത് ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലുക. മനസ്സിൽ ഹബീബായ മുത്തുനബിയോടുള്ള ഹൃദയം ആത്മാർത്ഥമായി കൊണ്ടുവരിക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ മുത്തുനബിയുടെ ഹളറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ തിരുറൗളയിൽ ചെന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഹബീബിന്റെ ചാരത്ത് ചെന്ന് ഈമാനോടുകൂടെ ധാരാളം ദിക്റുകൾ ചൊല്ലാൻ, സ്വലാത്തുകൾ ചൊല്ലാൻ, 2 റക്അത്ത് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആ റൗള ഷരീഫ് ഒന്ന് കാണാൻ, മദീനയൊന്ന് കൺകുളിർക്ക് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഏത് പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുന്ന, ഏത് ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുന്ന അതിമനോഹരമായ ദിക്റാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിക്റാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിടത്തി നിന്ന് അള്ളാഹു നമുക്ക് വീണ്ടും പുതിയൊരു ജീവിതം നൽകുമെന്ന് അറിയിക്കുന്ന മനോഹരമായ ദിക്റാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധി
പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ്. മക്കളുടെ സ്വഭാവം പ്രശ്നത്തിലാണ്, അല്ലാഹുവേ ഞങ്ങളുടെ അയൽവക്കം പ്രശ്നത്തിലാണ്, ഞങ്ങളുടെ ആരോഗ്യം പ്രശ്നത്തിലാണ്, ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന് സംരക്ഷണം നൽകിയതുപോലെ ഞങ്ങളെയും രക്ഷിക്കണേ അല്ലാ, ഞങ്ങളെ പെടുത്തിക്കളയല്ല അല്ലാ. അല്ലാഹുവേ സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ, കടങ്ങളിൽ നിന്ന് മോചനം നൽകണേ അല്ലാ, അസുഖങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ബന്ധങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കണേ അല്ലാ. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാ, ഞങ്ങൾക്കെല്ലാം നിറവേറ്റി തരുന്ന രാജാതിരാജനായ റഹ്മാനേ, ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികൾക്കും നല്ല ഒരു മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മനോഹരമായ ഇസ്മടങ്ങുന്ന ഒരു അത്ഭുതം നിറഞ്ഞ ഒരു ദിക്റാണ്. എല്ലാവരും ഈമാനോടുകൂടെ കൂടെ ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. حسبنا الله ونعم الوكيل، 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 حسبنا الله ونعم الوكيل. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇബ്രാഹിം നബിയെ നിന്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തതുപോലെ നിന്നെ സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ രാജാതിരാജനായ നാഥാ, ഞങ്ങൾക്ക് നിന്റെ സഹായം നൽകണേ അല്ലാ. ഞങ്ങളുടെ മുറാദുകൾ ഹസുലാക്കി തരണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ. നിത്യരോഗികളാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഒരുപാട് രോഗികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും പരിപൂർണ ആരോഗ്യം നൽകണേ അല്ലാ. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഖബൂലാക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. മരണം വരെ ദിക്റിലായി, ദിക്ർ ചൊല്ലുന്ന നാവിലായി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ദിക്റാണ്. നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. اللهم أجرني من النار، 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 اللهم أجرني من النار. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാ, ഞങ്ങൾക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. നരകത്തിന്റെ ഭീകരതയിൽ നിന്ന്, കൂരിരുട്ടിൽ നിന്ന്, തീയിൽ നിന്ന്, അതിശൈത്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നരകമോചനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ,
ഞങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ള ഒരു സൽക്കർമ്മങ്ങളും ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് നരകത്തെ ഭയമാണ്. അല്ലാഹുവേ, ഞങ്ങളെ നരകത്തിൽ പെടുത്തല്ല റഹ്മാനേ. നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അഫ്ളൽ ദിക്റാണ്. ദിക്റുകളുടെ രാജാവായ ദിക്ർ. മരണസമയത്ത് അല്ലാഹു ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ഖബറിൽ രക്ഷപ്പെടുത്തുന്ന ദിക്റാണ്. ഖബറിന്റെ ആ ഇരുണ്ട ജീവിതത്തിൽ പ്രകാശമായി വരുന്ന ദിക്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഈമാനോടുകൂടെ ചൊല്ലുക. لا إله إلا الله 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 لا إله إلا الله. റഹീമായ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരണസമയത്ത് മരണവേദനയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സക്കറാത്തിന്റെ ഭീകരമായ ആ നിമിഷത്തിൽ പരിശുദ്ധമായ ഈ ദിക്ർ ഞങ്ങളെ കാവലിനായി അയക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ആ മരണസമയത്ത് ഞങ്ങൾക്ക് നിന്റെ കാവല് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഖബർ ജീവിതം വിജയത്തിലാക്കണേ അല്ലാഹ്. ഖബറിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഖബറിലെ ചോദ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് മറുപടി പറയാൻ ഞങ്ങൾക്ക് മനക്കരുത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു മനുഷ്യന്റെ ഖബർ ജീവിതം നന്നായാൽ, ഒരു മനുഷ്യൻ ഖബറിൽ വിജയിച്ചാൽ അവന്റെ പാരത്രിക ലോക ജീവിതം വിജയത്തിലാണല്ലോ അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളുടെ ബർസഖിയായ ജീവിതം വിജയത്തിലാക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അല്ലാഹുവിനുള്ള ഹംദാണ്. ഹംദ് ചൊല്ലുന്ന നാവ് അല്ലാഹുവിന് ഇഷ്ടമുള്ള നാവാണ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന നാവാണ്, നന്ദിയുള്ള നാവാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലുക. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ചൊല്ലിയ ഹംദുകൾ സ്വീകരിക്കണേ അല്ലാഹ്. അത് നിന്റെ സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധമായ അല്ലാഹുവിന്റെ കാരുണ്യത്തെ വാഴ്ത്തുന്ന ദിക്റാണ്. എല്ലാവരും കൂടെ ചൊല്ലുക, ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കട്ടെ. يا رحمن يا الله 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 يا رحمن يا
الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله يا رحمن يا الله സ്വീകരിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ നിന്റെ കാരുണ്യം ഞങ്ങളിൽ വർഷിപ്പിക്കണേ അല്ലാഹ് നിന്റെ കരുണയില്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല അല്ലാഹ് നിന്റെ കരുണയില്ലാതെ ഞങ്ങൾക്കൊരു രക്ഷയുമില്ല നീ നൽകിയതാണ് ഞങ്ങളുടേത് മുഴുവനും റഹ്മാനേ ഞങ്ങളുടെ സമ്പത്ത് നിലനിർത്തണേ അല്ലാഹ് ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ് മക്കളെ സൽസ്വഭാവികളാക്കണേ അല്ലാഹ് പറഞ്ഞതനുസരിക്കുന്ന നിസ്കരിക്കുന്ന ദീനുള്ള മക്കളാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ് പ്രിയമുള്ളവരെ ഇനി നമ്മൾ ചൊല്ലുന്നത് യാ റഹീമു യാ അല്ലാഹ് പ്രത്യേകമായി കരുണ നൽകുന്നവൻ എന്ന ഒരു പ്രത്യേകതയാണ് ഈ ഇസ്മിനുള്ളത് അള്ളാഹു ഒരുപാട് അടിമകൾക്ക് എല്ലാവർക്കും നൽകിയ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു പ്രത്യേകിച്ച് അറിഞ്ഞു നൽകും അങ്ങനെയുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ يا رحيم يا الله 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 സ്വീകരിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ നിന്റെ കരുണ ഞങ്ങളിൽ എത്തിക്കണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലും കാലാവസ്ഥയിലും നിന്റെ കരുണ നൽകണേ അല്ലാഹ് കരുണ നൽകണേ അല്ലാഹ് റഹ്മാനായ രാജസയ്യിദായ അല്ലാഹ് ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ് പ്രിയമുള്ളവരെ ഇനി നമ്മൾ ചൊല്ലുന്നത് ഏറ്റവും കൂടുതൽ പാപങ്ങൾ പൊറുക്കുന്നവനായ അല്ലാഹു എന്നർത്ഥം വരുന്ന ഇസ്മാണ് അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ يا غفور يا الله 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 അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ് ഗഫാറായ അല്ലാഹ് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ് പടച്ചവനെ ഒരുപക്ഷേ ഞങ്ങൾ ചെയ്ത പാപങ്ങൾ കൊണ്ടാവാം നീ ഞങ്ങളെ ശിക്ഷിക്കുന്നത് ഞങ്ങൾക്ക് കടങ്ങളുള്ളത് ഞങ്ങളുടെ പ്രയാസങ്ങളുള്ളത് രോഗമുള്ളത് എല്ലാം കാവലിലാക്കണേ അല്ലാഹ് പടച്ചവനെ എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണേ അല്ലാഹ് ശമനം നൽകണേ അല്ലാഹ് കടങ്ങൾക്കൊക്കെ കൊടുത്തു വിട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് പ്രിയമുള്ളവരെ ഇനി നമ്മൾ പറയുന്നത് യാ ലത്തീഫ് യാ അല്ലാഹ് നമ്മുടെ എല്ലാ വഴികളും എളുപ്പമാക്കി തരുന്നവൻ എന്ന അർത്ഥം വരുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമമാണ് നമുക്കറിയാം ഏതൊരു മാർഗവും നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വഴിയിലൂടെ നടക്കൽ വലിയ പ്രയാസമാണ് കച്ചവടമാവട്ടെ ബിസിനസ്സുകളാവട്ടെ നമ്മുടെ പഠനങ്ങളാവട്ടെ മക്കളുടെ പഠനങ്ങളാവട്ടെ വിദ്യാഭ്യാസമാവട്ടെ വീട് പണിയാവട്ടെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അത് നടക്കൂല അതിൽ അള്ളാഹുവിന്റെ സഹായം നിർബന്ധമാണ് എന്നാൽ എത്ര വലിയ ദുർഘടം പിടിച്ച പാതയും പടച്ചവന്റെ സഹായമുണ്ടെങ്കിൽ അള്ളാഹു എളുപ്പമാക്കി തരും
എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കട്ടെ. യാ ലത്തീഫു യാ അല്ലാഹ്, 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 യാ ലത്തീഫു يا الله يا لطيف 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 يا الله റഹ്മുറാഹിമായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ മുറാദുകൾ ഹസ്സലാക്കി തരണേ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ, ഒരുപാട് പ്ലാനുകൾ മനസ്സിൽ കരുതിയിട്ടുണ്ട്. അതിലേക്ക് എത്താൻ, ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള മാർഗം എളുപ്പമാക്കി തരണേ അല്ലാഹ്, എളുപ്പമാക്കി തരണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ, ഞങ്ങളുടെ ഈ ദിക്റിന്റെ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്താദേ ദുആ ഇരക്കണം, ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറി എന്ന് പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹീമായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങളുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്, ബറക്കത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്, മുറാദുകളുള്ളവരാണ്. സഫലീകരിച്ചു തരണേ അല്ലാഹ്, സഫലീകരിച്ചു തരണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് അതിനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടിയവരാണ്. അർഹമുർ റഹീമായ നാഥാ, പാപങ്ങളൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ പാപികളായി മരിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം. സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കാൾ മികച്ചു നിൽക്കുന്നതാണ് ആരോഗ്യം. ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. ഷുഗർ, പ്രഷർ, പ്രമേഹം പോലെയുള്ള അനേകമായിരം അസുഖങ്ങളുമായി, പേരറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, മരുന്ന് കഴിക്കുന്നവരുണ്ട്. ശമനം നൽകണേ അല്ലാഹ്, ശമനം നൽകണേ അല്ലാഹ്. റഹ്മുർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പറഞ്ഞതനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്, ജീവിതത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദീനുള്ള, നിസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന മാതാപിതാക്കൾക്ക് കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ജോലികളിലും വരുമാനങ്ങളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്ത് കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. അർഹമുർ റഹീമായ നാഥാ, കടങ്ങളൊക്കെ പെട്ടെന്ന് കൊടുത്തു വിട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ആയിരങ്ങൾ മുതൽ ലക്ഷക്കണക്കിന് കടങ്ങളുള്ളവരുണ്ട് അല്ലാഹ്. എല്ലാവർക്കും അതിനുള്ള പ്രതിഫലം നൽകണേ അല്ലാഹ്, അതിനുള്ള അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഈ മാരകമായ പരീക്ഷണത്തിന്റെ ഫലമായി സ്വർഗം നൽകണേ അല്ലാഹ്. കടങ്ങളൊക്കെ കൊടുത്തു വിട്ടാനുള്ള സമ്പത്ത് ഞങ്ങളുടെ കൈകളിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ സഹായമില്ലാതെ ഒരു രൂപ പോലും ഞങ്ങൾക്ക് കൊടുത്തു വിട്ടാൻ കഴിയില്ല നാഥാ. അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം ദുആ ഇരക്കുന്നുണ്ട്, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്.
പഠിച്ചവനെ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ, വരുമാനത്തിൽ വളർച്ച നൽകണേ അല്ലാ. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടെ കലിമ ചൊല്ലി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പഠിച്ചവനെ കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ബർസഖിയായ ജീവിതം വിജയത്തിലാക്കണേ അല്ലാ. ഖബറിൽ ഞങ്ങളെ പരാജയപ്പെടുത്തല്ല അല്ലാ. ഖബറിലെ ചോദ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് മറുപടി പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മലാകമാർ ഞങ്ങളെ ഖബറിൽ വെച്ച് സമീപിക്കുമ്പോൾ ചോദ്യങ്ങളൊക്കെ കൃത്യമായി മറുപടി പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഖബറിൽ വെച്ച് ഞങ്ങളെ പരാജയപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, വിജയിക്കാനുള്ളതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല റഹ്മാനേ. എല്ലാം അറിയുന്ന നാഥാ, ഖബറിന്റെ ഇരുട്ടിൽ നിന്ന് കാവല് നൽകണേ അല്ലാ. പഠിച്ചവനെ, വിദേശത്ത് ജോലി ചെയ്യുന്ന ധാരാളം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അവരുടെ ജോലിയിലും ആരോഗ്യത്തിലും അവരുടെ വരുമാനത്തിലും ശമ്പളത്തിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ. പഠിച്ചവനെ, ജോലിയില്ലാത്ത ധാരാളം ആളുകളുണ്ട്. ജോലി നൽകണേ അല്ലാ, ജോലി നൽകണേ അല്ലാ. ജോലിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല റഹ്മാനെ, ജോലി നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ ഉള്ള ജോലിയിൽ തന്നെ കഷ്ടപ്പെടുന്നവരുണ്ട്. കമ്പനി മോശമായ കാരണം, അല്ലെങ്കിൽ താങ്ങാനാവാത്ത ജോലി ഭാരം. റഹ്മാനെ, കാത്ത് രക്ഷിക്കണേ അല്ലാ. നല്ല ജോലി നൽകണേ അല്ലാ. പടച്ചവനെ, ദാമ്പത്യ ജീവിതങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം നൽകണേ അല്ലാ. ഒരുമ നൽകണേ അല്ലാ. സ്നേഹമുള്ള ഒരുമയുള്ള ദാമ്പത്യ ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. വീട് പണി ആഗ്രഹിക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട് റഹ്മാനെ. വീട് പണി പകുതിയായവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്. താമസിക്കാൻ ഒരു ഇടം നൽകണേ അല്ലാ. അതിനെന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പഠിച്ചവനെ, പാരത്രിക ലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അർശിന്റെ തണല് നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ നൽകണേ അല്ലാ. ഹിസാബ് എളുപ്പമാക്കണേ അല്ലാ. നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, നാളെ പാരത്രിക ലോകത്ത് ഖബറിന്റെ നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ. ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. പഠിച്ചവനെ, നിന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മഹ്ശറയുടെ അദാബിൽ നിന്ന്, കുരിപ്പൊരി വെയിലിൽ നിന്ന് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവളവരാണ്. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഞങ്ങൾ ചൊല്ലി ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ്, സഫലീകരിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് മുറാദുകൾ ഇങ്ങനെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നവരാണ്. പലതും പുറത്തു പറയാൻ പറ്റാത്തതാണ് റഹ്മാനേ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അവരുടെ മനസ്സിന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ അറിയുന്ന നാഥാ, എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. പരിശുദ്ധമായി മുഹറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദുആകൾക്കും ഇജാബത്ത് നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.